തിരുവനന്തപുരത്തെ IB ഉദ്യോഗസ്ഥയുടെ മരണം പ്രണയ നൈരാശ്യം മൂലമെന്ന് സംശയിക്കുന്നതായി പിതൃസഹോദരൻ. മേഘയ്ക്ക് IB ഉദ്യോഗസ്ഥനായ യുവാവുമായി ബന്ധം ഉണ്ടായിരുന്നു. യുവാവ് ബന്ധത്തിൽ നിന്ന് പിന്മാറിയ മനോവിഷമത്തിലാണ് മേഘ ജീവനൊടുക്കിയതെന്നും പിതൃസഹോദരൻ പറഞ്ഞു. IBക്കും പേട്ട പോലീസിനും കുടുംബം പരാതി നൽകി. സംശയമുണ്ടെന്നുള്ളത് സത്യമാണ്. അവൾ പഞ്ചാബിൽ ട്രെയിനിങ് സമയത്തും കണ്ട് ഏതോ ഒരു പയ്യനുമായിട്ട് ഇഷ്ടമായിരുന്നു. അപ്പം അവർ ഈ വീട്ടുകാർ എല്ലാവരും സമ്മതിച്ചതാണ്. പക്ഷേ ചെറുക്കൻ പിന്മാറിയെന്നാണ് എൻ്റെ വിശ്വാസം. മേഘയുടെ മരണത്തിൽ ദുരൂഹതയുണ്ട്. അതിൻ്റെ അന്വേഷണം വേണം. ഇപ്പോൾ തന്നെ ഞങ്ങൾ IBക്കും പേട്ട സ്റ്റേഷനിലും പരാതി നൽകിയിട്ടുണ്ട്. അതിൻ്റെ അടിസ്ഥാനത്തിലുള്ള അന്വേഷണം നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ആ അന്വേഷണത്തിൻ്റെ അടിസ്ഥാനത്തിൽ വരുന്ന റിപ്പോർട്ടിൻ്റെ അടിസ്ഥാനത്തിൽ ഞങ്ങൾ തുടർ നടപടി സ്വീകരിക്കും. പത്തനംതിട്ടയിൽ നിന്ന് ശ്രീരാജ് ബാബു ചേരുന്നു. ശ്രീരാജ്, ഏതായാലും കുടുംബം ഈ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. എന്തൊക്കെ കാര്യങ്ങളാണ് അവർ പറയുന്നത്? രാവിലെ തന്നെ കുടുംബാംഗങ്ങൾ ഇത്തരത്തിൽ മേഘയുടെ മരണത്തിൽ ദുരൂഹത ആരോപിച്ചുകൊണ്ട് രംഗത്തെത്തിയിരുന്നു. ഇപ്പോൾ പിതൃ സഹോദരനായ ബിജു പറയുന്നത് മേഘയ്ക്ക് ഈ IB വിഭാഗത്തിലെ ഒരു ഉദ്യോഗസ്ഥനുമായി പ്രണയബന്ധമുണ്ടായിരുന്നു. എന്നാൽ പിന്നീട് ഈ യുവാവ് ഈ ബന്ധത്തിൽ നിന്നും പിന്മാറി. ഇതിന്റെ മനോവിഷമത്തിലാണ് മേഘ ആത്മഹത്യ ചെയ്തതെന്ന് സംശയിക്കുന്നതായാണ് ഇപ്പോൾ പിതാവിന്റെ സഹോദരനായ ബിജു പറയുന്നത്. 24 വയസ്സുകാരിയായ മേഘ കഴിഞ്ഞ വർഷമായിരുന്നു ജോലിയിൽ പ്രവേശിച്ചത്. പഞ്ചാബിലെ ട്രെയിനിങ് ക്യാമ്പിനിടയിൽ വെച്ചാണ് ഇരുവരും തമ്മിൽ പ്രണയത്തിലായത് എന്നാണ് ഈ ബിജു പറയുന്നത്. അതുപോലെ തന്നെ പിന്നീട് യുവാവ് ഈ പ്രണയബന്ധത്തിൽ നിന്നും പിന്മാറുന്ന ഒരു സാഹചര്യമുണ്ടായി. എന്തായാലും കുടുംബം ആദ്യം മുതൽ തന്നെ മരണത്തിൽ ദുരൂഹത ആരോപിക്കുന്നുണ്ട്. ഇന്നലെയാണ് പെൺകുട്ടിയെ മരിച്ച നിലയിൽ റെയിൽവേ ട്രാക്കിൽ കണ്ടെത്തിയത്. ഇതിൽ പേട്ട പോലീസിനും അതുപോലെ തന്നെ IBക്കും നിലവിൽ കുടുംബം പരാതി നൽകിയിട്ടുണ്ട്. കൂടുതൽ അന്വേഷണം നടത്തണമെന്നും പെൺകുട്ടിയുടെ ഫോൺ കോളുകൾ ഉൾപ്പെടെ പരിശോധിച്ചുകൊണ്ട് ഇതിന്റെ പിന്നിലുള്ള ദുരൂഹത നീക്കണമെന്നുമാണ് കുടുംബത്തിന്റെ ആവശ്യം. എന്തായാലും ഇന്ന് പെൺകുട്ടിയുടെ സംസ്കാര ചടങ്ങുകൾ വീട്ടിൽ നടക്കും. ഈ പേട്ട പോലീസ് കൃത്യമായി ഇതിൽ അന്വേഷണം നടത്തണം. കൂടുതൽ കാര്യങ്ങൾ പുറത്തു കൊണ്ടുവരണം. ദുരൂഹത നീക്കണമെന്നാണ് നിലവിൽ കുടുംബത്തിന്റെ ആവശ്യം. ലക്ഷ്മി. ശ്രീരാജ് ബാബുവാണ് പത്തനംതിട്ടയിൽ നിന്നും വിവരങ്ങൾ പങ്കുവച്ചത്. ഇപ്പോൾ